ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഡിസംബർ 2019, അതായത് ലാസ്റ്റ് ഇയർ റെഗുലർ എക്സാമിന് ചോദിച്ച പാർട്ട് സിയിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്യുന്നതും സെക്കൻഡ് ഒരു ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, the input-output relation of a sampled control system is described by the equation. നമുക്ക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. Determine the Z transfer function. 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പാർട്ട് സിയിൽ. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സാമ്പിൾഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോർമലി ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സാമ്പിൾഡ് കൺട്രോൾ സിസ്റ്റമാണ്. അതിൻ്റെ കേസിൽ അതിന് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കോറിലേറ്റ് ചെയ്യാം. അപ്പം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവുമ്പോഴാണ് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3d²y/dt² പ്ലസ് 2dy/dt പ്ലസ് 2y = x. ഒരു എക്സാമ്പിൾ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ x ഓഫ് t. ഓക്കെ, ഇതൊരു CT സിസ്റ്റം ആവുന്ന കേസിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻപുട്ട്, ദറ്റ് ഈസ് y ഓഫ് s ഡിവൈഡ് ബൈ x ഓഫ് s ആണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇതോടൊന്ന് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ടൈം സിസ്റ്റം പറയുന്നതേ ഉള്ളൂ. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി അറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇപ്പോൾ dy/dt വരുമ്പോഴത്തേക്ക് s ഇൻറ്റു ടേം വരും അല്ലേ. d²y/dt² ആകുമ്പോൾ s² വരും. സപ്പോസ് ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ഇതുപോലത്തുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരികയാണെങ്കിൽ അതിൻ്റെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നത്. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയായിരുന്നു വരുന്നത്? 3 കോൺസ്റ്റന്റ് 3 അതുപോലെ എഴുതും. d²y/dt²ൻ്റെ s² മൾട്ടിപ്ലിക്കേഷൻ വരും. y-ൻ്റെത് y ഓഫ് s പ്ലസ് കോൺസ്റ്റന്റ് തന്നെ dy/dt-ൻ്റെ s ഇൻറ്റു y ഓഫ് s പ്ലസ് കോൺസ്റ്റന്റ് 2 y-ൻ്റെത് y ഓഫ് s = x ഓഫ് t-ൻ്റെ x ഓഫ് s. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ y ഓഫ് s ഡിവൈഡ് ബൈ x ഓഫ് s ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് y ഓഫ് s ടേം കോമൺ എടുക്കും. ദറ്റ് ഈസ് 3s² പ്ലസ് 2s പ്ലസ് 2 ഹോൾ ഇൻറ്റു y ഓഫ് s = x ഓഫ് s. ഇപ്പോൾ y ഓഫ് s ഡിവൈഡഡ് ബൈ x ഓഫ് s എന്ത് വരും? 1 ഡിവൈഡ് ബൈ 3s² പ്ലസ് 2s പ്ലസ് 2. ഇതായിരുന്നു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആയിരുന്നെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഓൾറെഡി ഈ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻസ് എഴുതാം. നമുക്ക് ഗിവൺ ഇക്വേഷൻ എന്താണ്? c ഇൻറ്റു k പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു c k പ്ലസ് 1 പ്ലസ് 4 c ഓഫ് k = r ഇൻറ്റു k പ്ലസ് 1 മൈനസ് r ഓഫ് k. ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഇസഡ് ട്രാൻസ്ഫോം ആണ് വരുന്നത്. ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി പോലെ ഓർത്താൽ മതി. ഇവിടെ d²y/dt² വരുമ്പോഴത്തേക്ക് നമുക്കറിയാം s² ടേം മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. അതേപോലെ ഇപ്പോൾ c ഓഫ് k പ്ലസ് 2 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് z² വരും. z² ഇവിടെ c അല്ലേ, അപ്പോൾ c ഓഫ് z എന്ന് വരും. c ഓഫ് k പ്ലസ് 2ൻ്റെത് z² c ഓഫ് z പ്ലസ്
3 കോൺസ്റ്റന്റ് 3 തന്നെ സി ഓഫ് കെ പ്ലസ് വണ്ണിന് എന്തായിരിക്കും വരുന്നത്? ഇസഡ് ആയിരിക്കും വരുന്നത്. ഇസഡ് സിൻ്റെത് സി ഓഫ് ഇസഡ് പ്ലസ് കോൺസ്റ്റന്റ് 4 തന്നെ സി ഓഫ് കെൻ്റെത് സി ഓഫ് ഇസഡ് ഈക്വൽ ടു ആർ കെ പ്ലസ് വണ്ണിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. ആർ കെ പ്ലസ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സി കെ പ്ലസ് വണ്ണിൻ്റെ എന്തായിരുന്നു? ഇസഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആർ കെ പ്ലസ് വൺ എന്ത് വരും? ഒരു ഇസഡ് വരും. ആർ ആയതുകൊണ്ട് ക്യാപിറ്റൽ ആർ ഓഫ് ഇസഡ് മൈനസ് സ്മോൾ ആർ ഓഫ് കെൻ്റെത് ക്യാപിറ്റൽ ആർ ഓഫ് ഇസഡ്. ഇതാണ് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ അതിനകത്ത് ഇസഡ് ട്രാൻസ്ഫോം എടുത്തത്. ഈ സെയിം പ്രൊസീജിയർ തന്നെ വരുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്കിവിടെ സി ഓഫ് ഇസഡ് കോമൺ എടുക്കണം. ഈ കേസിൽ സി ഓഫ് ഇസഡ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 4 ഹോൾ ഇൻറ്റു സി ഓഫ് ഇസഡ് ഈക്വൽ ടു ഇവിടെ ആർ ഓഫ് ഇസഡ് കോമൺ എടുക്കാം. സോ എന്ത് വരും? ആർ ഓഫ് ഇസഡ് കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഇസഡ് മൈനസ് 1 ഇൻറ്റു ആർ ഓഫ് ഇസഡ്. ഇവിടെയും സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ് ആണ് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സി ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു ആർ ഓഫ് ഇസഡിന് ഇവിടെ ഡിനോമിനേറ്റർ കൊണ്ടുവന്നു. സോ എന്ത് കിട്ടും? ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 4. ഇതാണ് ഈ കറസ്പോണ്ടിങ് ഇക്വേഷൻ്റെ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുമായിട്ടൊന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫോർമേഷൻ, അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒന്നും കൂടെ സമറൈസ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം 5 മാർക്സിന് ചോദിച്ച പ്രോബ്ലമാണ്. ഇങ്ങനത്തുള്ള പ്രോബ്ലം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്ക്രീറ്റ് സാമ്പിൾഡ് കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇപ്പം സി ടി സിസ്റ്റം ആയിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. സി ടി സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇങ്ങനത്തുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് വെച്ചാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കും. y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. y ആണെങ്കിൽ y ഓഫ് എസ് വരും, dy ബൈ ഡി ടി ആണെങ്കിൽ എസ് ഇൻറ്റു വൈ ഓഫ് എസ് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ എസ് സ്ക്വയർ വൈ ഓഫ് എസ്, കോൺസ്റ്റന്റ് അതുപോലെ വരും. ഈ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഓർത്താൽ മതി. ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് സി ഓഫ് കെ പ്ലസ് 2 വരുമ്പോഴത്തേക്ക് ഇസഡ് സ്ക്വയർ സിൻ്റെത് ക്യാപിറ്റൽ സി ഓഫ് ഇസഡ് പ്ലസ് 3 കോൺസ്റ്റന്റ് അത് തന്നെ സി ഇൻറ്റു കെ പ്ലസ് 1 എന്ന് വെച്ചാൽ ഇസഡ് ഇൻറ്റു സി ഓഫ് ഇസഡ് പ്ലസ് 4 തന്നെ സി ഓഫ് കെൻ്റെ സി ഓഫ് ഇസഡ് ഈക്വൽ ടു ആർ കെ പ്ലസ് 1 പ്രോപ്പർട്ടി അനുസരിച്ച് ഇസഡ് ഇൻറ്റു ആർ ഓഫ് ഇസഡ് മൈനസ് ആർ ഓഫ് കെൻ്റെത് ആർ ഓഫ് ഇസഡ്. നമുക്കിവിടെ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതായത് സി ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ആർ ഓഫ് ഇസഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. എപ്പോഴും നമുക്കറിയാം ഔട്ട്പുട്ടിന് നമ്മൾ സി വെച്ചിട്ടും ഇൻപുട്ടിന് നമ്മൾ ആർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്, അതാണ് സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ്. അപ്പോൾ ഇവിടെ സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ സി ഓഫ് ഇസഡ് ഗ്രൂപ്പ് ചെയ്തു, ആർ ഓഫ് ഇസഡ് ഗ്രൂപ്പ് ചെയ്തു. സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടി? ഫൈനൽ ആൻസറും ഇസഡ് മൈനസ് 1 ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 4. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. അതും 5 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദ കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി ഓഫ് ദ സിസ്റ്റം. അതിൻ്റെ സ്റ്റേറ്റ് മോഡൽ വന്നിട്ടുണ്ട്. പാർട്ട് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി. ഇപ്പം അതിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അതിനകത്ത് എല്ലാ കാറ്റഗറിയിലുള്ള നമ്മൾ 4 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. സൊല്യൂഷൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് തിയറിയും എക്സ്പ്ലനേഷനും പ്രോബ്ലംസും എല്ലാം നമ്മൾ പാർട്ട് 1 to 4 ഉണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റേറ്റ് സ്പേസ് മോഡലാണ്. അതിൻ്റെ കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് ഇന്ന മെത്തേഡൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോർമലി
കൺട്രോളബിലിറ്റി ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ടെസ്റ്റ് ഉണ്ട്. കൽമാൻ ടെസ്റ്റും അതുപോലെ ഗിൽബർട്ട് ടെസ്റ്റും ഉണ്ട്. ഇതിനകത്ത് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൽമാൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം 5 മാർക്സേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് കൽമാൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. കൽമാൻസ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കൽമാൻ ടെസ്റ്റ് ഫോർ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാം. കൺട്രോളബിലിറ്റി. ഇപ്പോൾ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പോസിറ്റ് മെട്രിക്സ് ഉണ്ട്. ഇപ്പോൾ കൺട്രോളബിലിറ്റി ആണ്ട് ക്യൂ സഫിക്സ് സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യൂ സി ഈക്വൽ ടു അതിൻ്റെ മെട്രിക്സ് ബി എ ബി എ റേസ് ടു അപ് ടു എ റേസ് ടു n-1 ബി. ഇങ്ങനെ ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യും. അതിൻ്റെ തിയറി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യൂ സി എന്നുള്ളൊരു കോമ്പോസിറ്റ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ് മോഡലിൽ നിന്ന് നമുക്ക് എ ബി സി ഡി മെട്രിക്സ് എഴുതാൻ പറ്റും. ഇതിൻ്റെ കേസിൽ എ മെട്രിക്സ് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു y ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെട്രിക്സ് ഈക്വൽ ടു എന്ത് വരും പറഞ്ഞ എ ഈക്വൽ ടു ഈ മെട്രിക്സ് -0.5 0 0 -2 എ മെട്രിക്സ്. ദിസ് ഈസ് ദ ബി മെട്രിക്സ് ബി ഈക്വൽ ടു 0 1 y ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു. ഇതാണ് സി എന്ന് പറയുന്നത്. സി ഈക്വൽ ടു ഒരു റോ മെട്രിക്സ് ആയിരിക്കും 0 1. ഡി ഈക്വൽ ടു ഇല്ല. ഓക്കെ, ഇതോട്ട് കമ്പയർ ചെയ്താൽ ഇപ്പോൾ എക്സ് ഡോട്ട് ഈക്വൽ ടു ഇതാണ് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ദിസ് ഈസ് ബി മെട്രിക്സ് ഇൻറ്റു യു ഓഫ് ടി വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു ഡി ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? കൽമാൻ ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു കോമ്പോസിറ്റ് മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. ഇതിനകത്ത് n എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ 2/2 ആണ് വരുന്നത്. എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ 2/2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ n എത്രയാണ്? 2 ആണ്. n ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ എ റേസ് ടു 2-1 വരെ. അപ്പോൾ എന്ത് മതി? എ ബി വരെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ? എ റേസ് ടു 2-1 എന്ന് പറയുമ്പോൾ എ വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ക്യൂ സി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി? ബി എ ബി മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആണ്. എയുടെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ പവർ 2-1, അപ്പം 1 വരെ മതി. ഓക്കെ, ഇവിടെ ബി എ ബി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്തുണ്ട്? ബി മെട്രിക്സ് ഉണ്ട്, എ ബി മെട്രിക്സ് ഉണ്ട്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ബി മെട്രിക്സ് ഒന്നുകൂടി എടുത്തെഴുതാണ്. ബി ഈക്വൽ ടു 0 1 ആണ് ബി മെട്രിക്സ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? എ ബി ആണ്. എയും ഉണ്ട് ബിയും ഉണ്ട്. അതിനും കൂടെ പ്രൊഡക്റ്റ് ചെയ്യാം. എ ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എ ബി ഈക്വൽ ടു എ മെട്രിക്സ് -0.5 0 0 -2 ഓക്കെ എ ഇൻറ്റു ബി. എ ബി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ബി എന്ന് വെച്ചാൽ 0 1 ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് കിട്ടും? 0 കിട്ടും. 0 × 0 -2 × 1 -2 കിട്ടും. ഓക്കെ, ദിസ് ഈസ് എ ബി ആൻഡ് ദിസ് ഈസ് ബി. നമുക്ക് ഫോം ചെയ്യേണ്ടത് ക്യൂ സി മെട്രിക്സ് ആണ്. ക്യൂ സി ഈക്വൽ ടു ആദ്യത്തെ എലമെന്റ് എന്താ വരേണ്ടത്? ബിയുടെ എലമെന്റ്. ബി എലമെന്റ് എന്താണ്? 0 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0 1. അടുത്ത സെക്കൻഡ് എന്താ വരുന്നത്? സെക്കൻഡ് കോളം എ ബി ആണ്. എ ബി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് 0 -2. ദിസ് ഈസ് അവർ ക്യൂ സി മെട്രിക്സ്. ഇനി ക്യൂ സി മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സി ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡിറ്റർമിനന്റ് ഓഫ് ക്യൂ സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ 0 വരും. ഇപ്പോൾ 0 വരുന്ന മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് നോട്ട് ഈക്വൽ ടു 2 എന്നാണ്. ഇപ്പം നമ്മൾ എടുത്ത ഡിറ്റർമിനന്റ് 2/2 ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? ഡിറ്റർമിനന്റ് 2/2 എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 വരും. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് നോട്ട് ഈക്വൽ 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു നോൺ സീറോ വാല്യൂ ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 1 3 അങ്ങനത്തുള്ള ഏതെങ്കിലും നോൺ സീറോ വാല്യൂ വരുമായിരുന്നെങ്കിൽ അതിൻ്റെ റാങ്ക് 2 ആയിരുന്നു. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? 0 ആണ്. സോ അതിൽ നിന്ന് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്താ പറയാം? റാങ്ക് നോട്ട് ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് here not equal to order of matrix. Not equal to order of matrix. Order of matrix already പറഞ്ഞ് 2 ആണ്. അപ്പം ഇതിനകത്ത് ഈ കൽമാൻ ടെസ്റ്റ് യൂസ് ചെയ്ത് കൺട്രോളബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇതുപോലെ ഈ കോമ്പോസിറ്റ് മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് റാങ്ക് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ, റാങ്ക് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും, സിസ്റ്റം ബൈ യൂസിങ് കൽമാൻസ് ടെസ്റ്റ് അത് കൺട്രോളബിൾ ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ കൺട്രോളബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, കൽമാൻസ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തിയറിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഒരു ക്യു സി ഫോം ചെയ്തിട്ട് അതിന്റെ റാങ്ക് ഈക്വൽ ടു ക്യു സി മെട്രിക്സിന്റെ റാങ്ക് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് ആണെങ്കിൽ ബൈ കൽമാൻസ് ടെസ്റ്റ് ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ എന്നാണ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്ന്, ദാറ്റ് മീൻസ് റാങ്ക് നോട്ട് ഈക്വൽ ടു 2, വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് 2 ആണ്. ഇപ്പൊ ഇവിടെ എന്താണ്, രണ്ടും ഡിഫറൻ്റ് ആണ്. സോ സിസ്റ്റം ഈസ് not controllable by Kalman's test. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹാഫ് പോർഷൻ. ഇനി ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒബ്സർവബിലിറ്റി നമ്മൾ കൽമാൻസ് ടെസ്റ്റ് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഒബ്സർവബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പോസിറ്റ് മെട്രിക്സ് QO ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒബ്സർവബിലിറ്റിയുടെ QO ദറ്റ് ഈസ് ഈക്വൽ ടു C transpose A transpose C transpose up to A transpose all raised to n-1 C transpose. ഓക്കെ, ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇവിടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. QOയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. ആ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് ആണെങ്കിൽ സിസ്റ്റം എന്തായിരിക്കും, ഒബ്സർവബിൾ ബൈ കൽമാൻസ് ടെസ്റ്റ്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കേസിൽ QO ആണ്, സി ട്രാൻസ്പോസ് ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന A മെട്രിക്സിൻ്റെ ഓർഡർ 2 ആണ്. സോ നമുക്ക് ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി 2 - 1, അതായത് ഇത്രയും കണ്ടീഷൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ ദാറ്റ് ഈസ് QO ഈക്വൽ ടു ഇതിൻ്റെ കേസിൽ C ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് C ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ C മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു റോ മെട്രിക്സ് ആയിരിക്കും, 0, 1 ആണ്. ഇവിടെ C ട്രാൻസ്പോസ് ആണ് എടുക്കുന്നത്. സോ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് C ട്രാൻസ്പോസ് ഈക്വൽ ടു 0, 1 കോളം മെട്രിക്സ് ട്രാൻസ്പോസ് ചെയ്ത്, സീനെ ട്രാൻസ്പോസ് ചെയ്ത്. ഇപ്പോൾ ഈ ഒരു ടേം കിട്ടി. നെക്സ്റ്റ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, A ട്രാൻസ്പോസ് C ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. A ഓൾറെഡി ഉണ്ട്, അത് ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്ക് 0.500 -2 വരും. ദിസ് ഈസ് A ട്രാൻസ്പോസ്. C ട്രാൻസ്പോസ് 0, 1 രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ആൻസർ നമുക്ക് 0 - 2 എന്ന് കിട്ടും. ഇപ്പോൾ ഈ വാല്യൂ ആയി, അതുപോലെ ഈ വാല്യൂ ആയി, അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് QO കോമ്പോസിറ്റ് ഒബ്സർവബിലിറ്റി മെട്രിക്സ് ഈക്വൽ ടു C ട്രാൻസ്പോസിന്റെ വാല്യൂ 0, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A ട്രാൻസ്പോസ് C ട്രാൻസ്പോസിന്റെ വാല്യൂ 0 - 2. നമുക്ക് എന്ത് കിട്ടി, ഇതിന്റെ QO മെട്രിക്സ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, QO മെട്രിക്സിന്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനന്റ് മെത്തേഡ് എടുക്കും. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് QO ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡിറ്റർമിനന്റ് എടുക്കുമ്പോഴത്തേക്ക് QO മെട്രിക്സിന്റെ വാല്യൂ 0 വരും. അതിന്റെ മീനിങ് റാങ്ക് നോട്ട് ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്, ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് 2 ആണ്. ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആണ്. സോ എന്തായിരിക്കും, സിസ്റ്റം ഈസ് നോട്ട് ഒബ്സർവബിൾ ബൈ കൽമാൻസ് ടെസ്റ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത്. ഈ കൽമാൻസ് ടെസ്റ്റ്, ഗിൽബർട്ട് ടെസ്റ്റ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, കൺട്രോളബിലിറ്റി ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കോമ്പോസിറ്റ് മെട്രിക്സ് QC മെട്രിക്സ് ആണ്. അത് BAB അപ് ടു A⁻n-1 B വരും. അതിൻ്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡിറ്റർമിനന്റ് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് ആണെങ്കിൽ സിസ്റ്റം കൺട്രോളബിൾ ബൈ കൽമാൻസ് ടെസ്റ്റ്. അടുത്ത ഒബ്സർവബിലിറ്റി ആണെങ്കിൽ അതിന് പകരം QO എന്നുള്ള
മെട്രിക്സ് കോമ്പോസിറ്റ് മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ അത് C ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് C ട്രാൻസ്പോസ് അപ് ടു A ട്രാൻസ്പോസ് ഹോൾ റൈസ് ടു n-1 C ട്രാൻസ്പോസ് അതാണ് കോമ്പോസിറ്റ് മെട്രിക്സിന്റെ ജനറൽ എക്സ്പ്രഷൻ വരുന്നത്. അതിൽ n ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്ക് C ട്രാൻസ്പോസ് അടുത്തത് A ട്രാൻസ്പോസ് T ട്രാൻസ്പോസ് എന്നുള്ളൊരു QO മെട്രിക്സ് വരും. അതിനകത്ത് നിന്ന് QO ഫൈൻഡ് ഔട്ട് ചെയ്യുക. QO ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക. റാങ്ക് ഇവിടെ 2 ഡിഫറൻ്റ് ആയതുകൊണ്ട് നോട്ട് ഒബ്സർവബിൾ. ഇപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. BTech VDC.